ഏറ്റവും അധികം മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുന്ന ഒരു രാജ്യമാണ്. അതിനുള്ള പ്രധാന കാരണം അവിടുത്തെ ഭരണത്തിൽ ഈ മതത്തിന് വളരെയധികം സ്വാധീനമുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഈ മതത്തിന്റെ അമിത സ്വാധീനം കൊണ്ട് ഹിജാബുമായി ബന്ധപ്പെട്ട് മുൻപെല്ലാം ആ നാട്ടിൽ വലിയ സമരങ്ങൾ ഉണ്ടാകുന്നു. ഒരു സ്ത്രീ ഈ ഹിജാബിനുമായി ബന്ധപ്പെട്ട സമരത്തിന്റെ ഭാഗമായി ആദ്യം മതകാര്യ പോലീസ് പിടികൂടുന്നു. പിന്നെ കണ്ടത് ഈ ലോക ചരിത്രത്തിൽ തന്നെ വളരെ വലിയ സമരങ്ങൾ നാം ഇറാനിൽ കണ്ടു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പുതിയ നിയമം ഇറാനിൽ വരികയാണല്ലോ, ഹിജാബുമായി ബന്ധപ്പെട്ട്. അതെന്താണ് പുതിയ നിയമം? ആ പുതിയ നിയമം എന്താണെന്ന് കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ശ്രീത്ത് തലയിൽ കൈവയ്ക്കും. നമ്മളൊക്കെ മൂക്കത്ത് വിരൽ വയ്ക്കുക എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ, ഇത് തലയിൽ കൈവയ്ക്കും എന്ന് പറയും. ഹിജാബിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇറാനെ നാണം കെടുത്തിയ ഒരു വസ്ത്രം എന്നാണ് നമുക്ക് വേണമെങ്കിൽ ഹിജാബിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. കാരണം ഇറാനിൽ നടന്ന ഹിജാബ് പ്രക്ഷോഭം അന്താരാഷ്ട്ര തലത്തിൽ വലിയ രീതിയിൽ ശ്രദ്ധ നേടിയ ഒരു ഹിജാബ് വിരുദ്ധ പ്രക്ഷോഭമായിരുന്നു. ഇറാനെ പോലെയുള്ള ഒരു മതരാജ്യത്ത്, ഇപ്പൊ പറഞ്ഞല്ലോ മതരാജ്യമാണെന്ന്, മതം എന്ന് പറഞ്ഞാൽ മതം തലയ്ക്ക് പിടിച്ചിരിക്കുന്ന ഒരു രാജ്യം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയേണ്ടി വരും. അവിടെ ഒരു സാധാരണ ഭരണകൂടവുമുണ്ട്, ഒരു മതത്തിന്റെ ഭരണകൂടമുണ്ട്. ഈ മതത്തിന്റെ ഭരണകൂടത്തിൽ ഉള്ള ഖമനേയി എന്ന് പറയുന്ന ആളാണ്, അയാൾ പറയും പോലെയാണ് താഴെയുള്ള സാധാരണ ഭരണകൂടമൊക്കെ കേൾക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. എന്ന് പറഞ്ഞാൽ അയാളുടെ വാക്കാണ് ബാക്കിയുള്ള ആൾക്കാരെല്ലാം കേൾക്കുന്നത്. യഥാർത്ഥത്തിൽ പൊറുതിമുട്ടിയിരിക്കുകയാണ് ഈ മതത്തിന്റെ ഒരു സർവാധിപത്യം കൊണ്ട് ഇറാനിലുള്ള നിവാസികൾ എന്ന് പറയുന്നത്. അത് യാതൊരു തർക്കവുമില്ല. കാരണം 1975 വരെ ഇറാൻ എന്ന് പറയുന്നത് സമ്പൽ സമൃദ്ധമായിരുന്നു, ലിബറൽ ആയിരുന്നു, സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അവിടെ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മനസ്സിന് കഷ്ടമില്ലാതെ ചെയ്യാനുള്ള എല്ലാവിധത്തിലുള്ള സാമൂഹിക സാഹചര്യവും ഇറാൻ ഉണ്ടായിരുന്നു. ഈ സാമൂഹിക മാധ്യമങ്ങളിൽ ചില ചിത്രങ്ങൾ കണ്ടിട്ടുണ്ട്, വളരെ ഈ മോഡേൺ ഡ്രസ്. ഇറാൻ മാത്രമല്ലല്ലോ, ലബനനിൽ മയോനൈറ്റ് ക്രിസ്ത്യൻസാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. അവർക്ക് മതേതരത്വം എന്ന് പറഞ്ഞൊരു അസുഖം ഉണ്ടായിരുന്നു ലബനൻ. ആ മതേതരത്വവും സാഹോദര്യവും ഒക്കെ എന്ന് പറഞ്ഞൊരു അസുഖം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ലബനൻ എന്ത് ചെയ്തു, 1 ലക്ഷം പാലസ്തീൻ അഭയാർത്ഥികൾക്ക് എന്ത് ചെയ്തു, രാജ്യത്തേക്ക് കയറിക്കോ എന്ന് പറഞ്ഞ് ഒരു അഭയം കൊടുത്തു. പിന്നീട് നമ്മൾ കാണുന്നത് ലബനൻ പൂർണ്ണമായിട്ടും ഇസ്ലാമിന് കീഴടങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നീട് ഹിസ്ബുള്ള വന്നു, ഇപ്പോ അവിടെ തുരുതുരാ റോക്കറ്റുകൾ വന്ന് വീണുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇറാനും 1975 ഇസ്ലാമിക വിപ്ലവം അറിയാലോ, യോമാരി പറയുന്നത് വസന്തം, വിസ്മയം, വിപ്ലവം, അതെ, അങ്ങനെയൊക്കെയാണ് അവർ പറയുന്നത്. അങ്ങനെ 1975 ശേഷം ഇറാനിൽ ഇങ്ങനെ ഒരു ഇസ്ലാമിക വിപ്ലവം വന്നപ്പോ എന്തായി? ഇസ്ലാമിക വിപ്ലവം വന്നപ്പോ അന്ന് വരെ ഇസ്രായേലിന്റെ കൂടെ എന്തിനും ഏതിനും ചങ്കും കരളും പോലെ നിന്ന ഇറാന്റെ കൂടെ നിന്ന ഇസ്രായേലുമായിട്ട് ഇറാൻ അടിയായി. അതിന്റെ തിക്തഫലങ്ങളാണ് ഇതുവരെ ഇറാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ രാജ്യം നശിച്ചു, വികസനമില്ല, സാമ്പത്തികമായിട്ട് നേട്ടമില്ല. ഒരു കാര്യം ആലോചിച്ചു, സൗദി അറേബ്യയിൽ എല്ലാ എണ്ണപ്പാടങ്ങളുണ്ട്. സൗദി അറേബ്യ എന്ത് രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ വളരെ പുരോഗമനപരമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുകയാണ്. പക്ഷേ ഇറാനിലുമുണ്ട് ഈ എണ്ണപ്പാടങ്ങൾ. പേർഷ്യ എന്നാണ് ഈ രാജ്യത്തെ മുമ്പിൽ അറിയപ്പെട്ടിരുന്നത്, അറിയാലോ. ആ എണ്ണപ്പാടങ്ങൾ ഇറാനിൽ ഉണ്ടായിട്ട് ഇറാൻ വികസിക്കാനായിട്ട് സാധിക്കുന്നില്ല. എണ്ണ എന്ന് പറഞ്ഞാൽ അത്രയധികം കാശ് കിട്ടുന്ന നമുക്ക് അധികം ആവശ്യമുള്ള ഒരു സാധനമാണ്. ഇറാൻ വികസിക്കാൻ പറ്റാത്തതിന്റെ പ്രധാനപ്പെട്ട കാര്യം അവർ ഈ മതം തിന്ന് ജീവിക്കുന്ന ഒരു ഭരണകൂടം അവിടെ ഉള്ളത് കൊണ്ടാണ്. അങ്ങനെ ഇരിക്കുന്ന ആ ഒരു സാഹചര്യത്തിലാണ് ഇറാനിൽ ഒരു പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെടുന്നത്. അതായത് ഹിജാബ് വിരുദ്ധ പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെടുന്നത്. നമുക്കറിയാം, മഹ്സ അമീനി എന്ന് പറയുന്ന ഒരു യുവതി ഹിജാബ് ഇടാതെ തെരുവിലിറങ്ങുകയും ആ യുവതിയെ മതകാര്യ പോലീസുണ്ട്, അതായത് നിങ്ങളുടെ മതപരമായിട്ടുള്ള ആചാരങ്ങൾ നിർവഹിക്കുന്നുണ്ടോ എന്ന് നോക്കാനുള്ള പോലീസാണ് മതകാര്യ പോലീസ്. ഈ മതകാര്യ പോലീസ് അവരെ ഹിജാബ് ഇട്ടില്ല എന്ന് പറഞ്ഞ് പിടികൂടുകയും കസ്റ്റഡിയിൽ വെക്കുകയും പച്ചയ്ക്ക് കത്തിച്ചു കളഞ്ഞു എന്നാണ് പറയുന്നത്. അവർ കൊല്ലപ്പെടുകയും ചെയ്തു. ഇത് അവിടെയുള്ള സ്ത്രീകളുടെ കണ്ണു തുറപ്പിച്ചു. അവരെല്ലാവരും കൂട്ടത്തോടു കൂടി തെരുവിലിറങ്ങി ഖമനേയിയുടെ തള്ളക്കി വിളിച്ചു. അങ്ങനെ നമ്മൾ പറയണം, ഖമനേയിയെ മുഴുവൻ ഏറിക്കയറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇറാൻ നിന്ന് കത്തുന്ന ഒരു പ്രക്ഷോഭമായിരുന്നു അവിടുത്തെ ഹിജാബ് വിരുദ്ധ പ്രക്ഷോഭം. സ്ത്രീകൾ എല്ലാവരും അവരുടെ ഹിജാബുകൾ ഊരി ഓടയിലിറങ്ങി, തെരുവുകളിലിട്ട് ചവിട്ടി അരച്ചു, ഹിജാബ് കത്തിച്ചു കളഞ്ഞു. സ്ത്രീയെ കൊല്ലുകയാണല്ലോ, ഹിജാബിന്റെ പേരിൽ ഒരു പച്ചയ്ക്ക് കത്തിച്ചു കളയുകയാണ്. അങ്ങനെ ഇത് ഞാൻ പറയട്ടെ, ഇത് ഇവിടെ മാത്രം നടക്കുന്ന കാര്യമല്ല, ഇന്ത്യയിൽ വെസ്റ്റ് ബംഗാളിൽ നടന്നിട്ടുണ്ട്, അറിയാമോ? അത് ഹിജാബിന്റെ പേരിലാണെന്നല്ല, ഒരു ആണും പെണ്ണും ഒരുമിച്ചിരുന്നതിന് അവരെ പിടിച്ചു, ആ സ്ത്രീയെ പിടിച്ചിട്ട് വ്യവസ്ഥയാക്കി മർദ്ദിച്ചിട്ടുണ്ട്. എന്നിട്ട് അവിടെയുള്ള പശ്ചിമ ബംഗാളിലെ തൃണമൂൽ MP യോ MLA യോ പറഞ്ഞത് മുസ്ലിം രാജ്യമാണിത്, ഇവിടെ ഇങ്ങനെയൊന്നും നടക്കില്ല എന്നാണ് പറഞ്ഞത്. സെയിം കോൺസെപ്റ്റ് തന്നെയാണ് ഇറാനിലുള്ളത്. അപ്പൊ അങ്ങനെ ആ സ്ത്രീ ബംഗ്ലാദേശിൽ നിന്നുള്ള കുടിയേറ്റക്കാരാണെന്ന് പറയുന്നു, അതൊക്കെ ചെക്ക് ചെയ്യേണ്ടതാണ്. അപ്പൊ അങ്ങനെ ഇറാന്റെ കേസിലേക്ക് വരികയാണെങ്കിൽ, ഇറാനിൽ ഈ മഹ്സ അമീനി വലിയ പ്രക്ഷോഭം ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഖമനേയി മതകാര്യ പോലീസിനെ ഉപയോഗിച്ച്, സ്ത്രീകളാണല്ലോ,
ഉപയോഗിച്ച് നമുക്ക് അടിച്ചമർത്താമെന്ന് പറഞ്ഞ് പോലീസിനെ ഇറക്കുന്നു. അവരുടെ ബലിഷ്ഠമായ കരങ്ങളെക്കാട്ടിലും ശക്തമായിരുന്നു ഇറാനിലെ സ്ത്രീകളുടെ കരങ്ങൾ എന്ന് പറയുന്നത്. ആ സ്ത്രീകൾ എന്ത് ചെയ്തു? മതകാര്യ പോലീസിനെ ചുരുട്ടിക്കൂട്ടി അവസാനം മതകാര്യ പോലീസ് വേണ്ട എന്നുള്ളൊരു നിലപാടിലേക്ക് കുറച്ച് നാളുകളിലെങ്കിലും ഇറാൻ എത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായി എന്നാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. അവസാനം മതകാര്യ പോലീസും ബാക്കൗട്ട് അടിച്ചു നിന്നു. എന്നിട്ട് ഇപ്പൊ പോലും യൂണിവേഴ്സിറ്റിയിൽ ഒരു പെൺകുട്ടി വിവസ്ത്രയായി എന്ന് പറഞ്ഞാൽ അടിവസ്ത്രം മാത്രം ധരിച്ചിരിക്കുന്ന ചിത്രങ്ങൾ പല സമൂഹ മാധ്യമങ്ങളും പ്രചരിക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ്. അങ്ങനെ സമൂഹ മാധ്യമങ്ങളിൽ പലതും ഈ ചിത്രങ്ങൾ പ്രചരിക്കുമ്പോൾ ഇറാൻ പറയുന്നത് ഇനി ഇത് വേറൊരു പ്രക്ഷോഭമായി മാറാൻ പാടില്ലല്ലോ, കാരണം ഈ യുവതി എവിടെയാണെന്ന് ഇപ്പൊ ആർക്കും അറിയില്ല. പക്ഷെ ഇറാൻ പറയുന്നത് അവർക്ക് മാനസിക വിഭ്രാന്തിയാണ്, അവരെ മെന്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഇപ്പം വരാൻ പോകുന്ന ഒരു നിയമത്തെക്കുറിച്ചാണല്ലോ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ നിയമം എന്താണെന്ന് ശ്രീത്തിന് അറിയാമോ? അതായത് ഈ ഹിജാബ് ധരിക്കാത്ത സ്ത്രീകളെ ചികിത്സിക്കാനായിട്ട് ക്ലിനിക്ക് തുടങ്ങാൻ പോവുകയാണ്. ഹിജാബ് ധരിക്കാത്തവർക്ക് എന്തോ പ്രശ്നമുണ്ട്, അവർക്ക് തലയ്ക്ക് എന്തോ കുഴപ്പമുണ്ട്, കാരണം അവരെ നമുക്ക് ചികിത്സിക്കാനായിട്ട് നമ്മൾ ക്ലിനിക്ക് തുടങ്ങാൻ പോവുകയാണ്. ഒരു കാര്യം ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഇന്ത്യയിൽ രാവിലെ എണീച്ച് അമ്പലത്തിൽ പോകുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? സ്ഥിരമായിട്ട് നമ്മൾ അമ്പലത്തിൽ പോകും, വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കും, ഒരു ഫ്രീഡം ഉണ്ട്, അതാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. നാളെ മുതൽ ഇവിടെ നിയമം കൊണ്ടുവരികയാണ്, രാവിലെ അമ്പലത്തിൽ പോകാത്തവന്മാരെല്ലാം ഊളം പറയാൻ കൊണ്ടുവരും. എന്നിട്ട് നിയമം കൊണ്ടുവന്നാൽ എങ്ങനെയിരിക്കും? അങ്ങനെ ഹിജാബ് എന്ന് പറയുന്ന ആ വസ്ത്രം ധരിക്കാത്ത സ്ത്രീകൾക്കെല്ലാം മാനസികമായ എന്തോ തകരാറുണ്ട്, അവരെ ചികിത്സിക്കാനായിട്ട് ക്ലിനിക്ക് കൊണ്ടുവരികയാണ്. അത് ഹിജാബ് നിയമങ്ങൾ ലംഘിക്കുന്ന സ്ത്രീകൾ. അപ്പൊ ഇറാൻ സർക്കാരിന്റെ വനിതാ കുടുംബ വകുപ്പ് മേധാവി മെഹ്റി തലേബി ദരസ്താനിയെ ഉദ്ധരിച്ച് രാജ്യാന്തര മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഹിജാബ് ധരിക്കാത്ത സ്ത്രീകളെ നമുക്ക് ക്ലിനിക്കിൽ കൊണ്ട് കാണിക്കണം എന്ന് പറയുന്നുണ്ട്. ഹിജാബ് നീക്കം ചെയ്യുന്നവർക്കുള്ള ശാസ്ത്രീയവും മനഃശാസ്ത്രപരവുമായിട്ടുള്ള ചികിത്സയാണ് ക്ലിനിക്ക് നൽകുന്നത്. പച്ചയ്ക്ക് പറഞ്ഞ വട്ടാണ് ഈ സ്ത്രീകൾക്ക് എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. കൂടുതൽ ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ ഇറാനെ കൂടുതൽ അപഹാസ്യരാക്കുകയേ ഇതുള്ളൂ എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഹിജാബ് നീക്കം ചെയ്യുന്നവരെ ചികിത്സിക്കാനുള്ള ക്ലിനിക്ക് പ്രഖ്യാപനത്തിനെതിരെ തന്നെ ഇറാനിലെ സ്ത്രീ അവകാശ സംഘടനകൾ ഇപ്പൊ തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കല്ല വട്ട്, ആ ഒറ്റക്കയ്യൻ ഖമനേയിക്കാണ് വട്ട് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ഇസ്രായേൽ ഇറാനോട് പറഞ്ഞത്, നിങ്ങളെ ഞങ്ങൾ മോചിപ്പിക്കും, നിങ്ങളുടെ വിമോചനം ഞങ്ങൾ സാധ്യമാക്കും എന്ന് പറഞ്ഞ അതാണ്. ഞങ്ങൾ അടിക്കുന്നത് ഈ മതകാര്യ പോലീസിനെയും മതത്തെയും, നിങ്ങളെ തുറുങ്കിലടച്ചിരിക്കുന്ന, നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന കാര്യങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്ന ആരെയാണ്? ഇറാന്റെ നിയമങ്ങളെയുമാണ് ഞങ്ങൾ അടിക്കുന്നത്, സൈനികരെയും. അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങളെ ഞങ്ങൾ സ്വാതന്ത്ര്യമാക്കുമെന്ന് നെതന്യാഹുവിന്റെ ഒരു പ്രസംഗമുണ്ട്, ശ്രീത്ത് കേട്ട മനസ്സിലാവും. അപ്പൊ ഇറാനിൽ കുറച്ചു കാലമായിട്ട് സ്ത്രീകളുടെ അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും സംബന്ധിച്ച് വലിയ വലിയ പ്രക്ഷോഭങ്ങൾ വരുന്നുണ്ട്. ഒരു 2 വർഷം സൂചിപ്പിച്ചതുപോലെ തന്നെ ആ സ്ത്രീയുടെ മരണത്തിന് ശേഷം വലിയ പ്രതിഷേധമുണ്ടായി. വിദ്യാർത്ഥികൾ ഇറങ്ങി, സ്ത്രീകൾ തെരുവിലിറങ്ങുന്നു, അങ്ങനെ വലിയ രീതിയിലുള്ള പ്രതിഷേധം അവിടെ ഉണ്ടായി. സ്ത്രീകൾ തെരുവിലിറങ്ങുന്നു. ഞാൻ ഒരു കാര്യം കൂടെ പറയാം ശ്രീത്തിനോട്, ഇറാൻ വൈകാതെ ഒരു ക്രിസ്ത്യൻ രാജ്യമായി കൺവേർട്ട് ആകും. ചുമ്മാ ശ്രീത്ത് ടൈപ്പ് ചെയ്ത് നോക്കൂ, ഏത് രാജ്യമാണ് ഏറ്റവും കൂടുതൽ വേഗത്തിൽ കൺവേർട്ട് ആയിക്കൊണ്ടിരിക്കുന്ന ലോകത്ത്, ഏത് ഇസ്ലാമിക രാജ്യമാണ് എന്ന് ചുമ്മാ ഗൂഗിളിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കൂ, ഇറാൻ എന്ന പേര് വരും. ഇറാനിൽ 30% ആൾക്കാർ ഇപ്പോൾ ക്രിസ്ത്യാനിയിലോട്ട് കൺവേർട്ട് ആയി കഴിഞ്ഞു. ഇറാനിൽ 30% ആൾക്കാർ കൺവേർട്ട് ആയി കഴിഞ്ഞു. അതിന് പിന്നിൽ അമേരിക്കയാണെന്ന് പല ആൾക്കാരും പറയുന്നുണ്ട്. കാരണം അമേരിക്ക അധിനിവേശം എന്നോ നുഴഞ്ഞുകയറ്റം എന്നൊക്കെ പറയുന്ന അവർ പല രീതിയിൽ വരും. അമേരിക്ക എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, സ്വന്തം രാജ്യത്തിന്റെ ഭരണം ശരിയല്ല, പോരാത്ത അങ്ങനെയുള്ള രീതി. അതുകൊണ്ട് ഇറാൻ ശക്തമായ രീതിയിൽ കൺവേർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ക്രിസ്ത്യാനിറ്റിയിലോട്ട് ഇറാൻ പഴയതുപോലെ കുതിച്ചു കയറുകയാണെന്ന് വേണം നമുക്ക് പറയാനായിട്ട് അവിടെ. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ സ്ത്രീകൾക്ക് കുറച്ചുകൂടി ധൈര്യം അവിടെ വരുന്നു. സ്ത്രീകൾ ഈ ഖമനേയി എന്ന് പറയുന്ന ഈ ഭരണാധികാരിയെയും ഈ കടൽക്കിഴവൻ എന്ന് വേണം പറയാൻ, അയാളെ ഒന്നും വകവയ്ക്കുന്ന ഒരു സാഹചര്യവും ഇപ്പൊ നിലവിൽ ഇറാനിൽ ഇല്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള വസ്തുത എന്ന് പറയുന്നത്. ഖമനേയിയുടെ വാക്കുകൾ വില വയ്ക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പോ മതകാര്യ പോലീസിനെ ഇറക്കി സ്ത്രീകളെ അടിച്ചൊതുക്കുക എന്നുള്ള ഒരു ആംബിയർ ഇല്ല ഖമനേയിക്ക്. പോരാത്തന്നെ അവിടെയുള്ള ആൾ, കാരണം ഇപ്പോൾ ആവശ്യത്തിന് അടി ഇസ്രായേലിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇസ്രായേലിനെ എങ്ങനെ തിരിച്ചടിക്കുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാജ്യത്തിനകത്ത് ഒരു ആഭ്യന്തര കലാപം ഉണ്ടായി കഴിഞ്ഞാൽ അത് പല രാജ്യവിരുദ്ധ ശക്തികളും മുതലെടുക്കുമെന്ന് ഇവർക്ക് കൃത്യമായിട്ട്. ഇസ്ലാമിക ഭരണകൂടം നിലവിൽ വരുന്ന എല്ലാ രാജ്യങ്ങളിലും ഒരു സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കുറവാണല്ലോ. അഫ്ഗാനിസ്ഥാൻ, അതോടൊപ്പം തന്നെ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ കയറിയപ്പോൾ എന്തായിരുന്നു അവസ്ഥ എന്ന് കണ്ടല്ലോ. നമ്മൾ ഈ വിസ്മയം എന്ന് പറയുമ്പോഴും വിസ്മയം തന്നെയായിരുന്നു അത്. കാരണം ഈ ഫ്ലൈറ്റിൽ പറന്നു പോകുന്ന ഫ്ലൈറ്റിന്റെ ടയറുകളിൽ അള്ളിപ്പിടിച്ച് എങ്ങനെയെങ്കിലും ഈ രാജ്യത്ത് നിന്ന് ജീവനും കൊണ്ട് രക്ഷപ്പെടാൻ പോയ ആൾക്കാര് ഫ്ലൈറ്റ് പറന്നു പൊങ്ങി ഇത്ര അധികം, അതായത് നമ്മൾ ഫ്ലൈറ്റ് പോകുന്ന പൊക്കമാണ്, അതിൽ നിന്ന് ആ ടയറിൽ നിന്ന് താഴേക്ക് കൊഴിഞ്ഞു വീഴുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അങ്ങനെ കാഴ്ച കാണുന്നത് യഥാർത്ഥത്തിൽ ഒരു വിസ്മയമല്ലേ?
അത് എനിക്കൊരു വിസ്മയം തന്നെയായിരുന്നു. പിന്നീട് താലിബാൻ അവിടെ അധികാരത്തിലേറുന്ന കാഴ്ച നമ്മൾ കണ്ടു. താലിബാൻ അധികാരത്തിലേറിയപ്പോൾ എന്താണുള്ളത്? സ്ത്രീകളെ, കൊച്ചുകുട്ടികളെ ഭോഗിക്കാം, കൊച്ചുകുട്ടികളെ അടിമച്ചന്തയിൽ കൊണ്ടുപോയി അടിമകളാക്കാം എന്നുള്ള സാഹചര്യമൊക്കെ ഉണ്ടായില്ലേ? അപ്പോൾ സമാനമായ രീതിയിൽ ഇറാനും ഇത്തരത്തിലുള്ള നിലപാടായിരുന്നല്ലോ. IS ഇതിനെക്കാട്ടിലും ക്രൂരമാണ്. നാദിയ മുറാദിന്റെ ആത്മകഥ വാങ്ങിച്ച് വായിച്ചു നോക്കണം. നാദിയ മുറാദ് IS, അതെ നാദിയ മുറാദിന്റെ ആത്മകഥ വായിച്ചു നോക്കുമ്പോൾ അതിനകത്ത് എന്താണ് അതായത് ISന്റെ ലൈംഗിക അടിമയായിരുന്നു നാദിയ മുറാദ്. നാദിയ മുറാദ് അവിടെ നിന്ന് രക്ഷപ്പെട്ടു വന്നപ്പോൾ നാദിയ മുറാദ് അതിനകത്ത് പല കാര്യങ്ങളും പറയുന്നുണ്ട്. നമ്മൾ ഞെട്ടിപ്പോവും. കാരണം യഥാർത്ഥത്തിൽ IS എന്ന് പറയുന്നത് ദൈവത്തിന്റെ പോരാളികൾ എന്നാണ് അവന്മാർ പറയുന്നതെങ്കിലും അവന്മാർ യഥാർത്ഥത്തിൽ മതവും ലൈംഗികതയും തലയ്ക്ക് പിടിച്ച എന്താ പറയാ ഒരു വൃത്തികെട്ട ഒരു ജന്മങ്ങളായിരുന്നു അവരെന്നാണ് പറയുന്നത്. ഒരു സ്ത്രീയെ ഭോഗിക്കാനായിട്ട് ഇത്രയധികം ആൾക്കാരാണ് ഒരു ദിവസം, അതായത് ഇത്ര പുരുഷന്മാർക്ക് ഒരു സ്ത്രീ എന്ന രീതിയിലാണ് ഒരു സ്ത്രീകളെ പങ്കിട്ടെടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെയുള്ള പല സാഹചര്യങ്ങളും ഉണ്ട്. അപ്പൊ എന്തായിരുന്നാലും ഇറാനിൽ ഇപ്പോൾ ഒരു ക്ലിനിക്ക് വരാൻ പോവാണ്. ആ ക്ലിനിക്ക് എന്തായാലും വരുമ്പോൾ സ്ത്രീകൾ ഖമനയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല.